ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റീസെറ്റ് വ്ളോഗാണ്. ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ഇൻറ്റേർണൽ എക്സാം കഴിഞ്ഞത്. അപ്പോൾ ഇന്നൊരു റീസെറ്റ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എണീച്ചു, ചായ കുടിച്ചു, ഇപ്പോൾ ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി റൂമിൽ ജനലൊക്കെ ഒന്ന് തുറന്നിടുവാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ജനൽ തുറക്കാമെന്നുള്ളതാണ്. രാവിലത്തെ സൺലൈറ്റ് റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും. ഇനി നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ഇതെൻ്റെ ബുക്ക് വെക്കണ ടേബിളാണ്. ഇതൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. എക്സാമിൻ്റെ ഒരു തിരക്കിലായതുകൊണ്ട് ഇതൊന്നും ക്ലീൻ ചെയ്യാനുള്ള സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എക്സാം കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും നോട്ട്സൊക്കെ ഇങ്ങനെ കാണുന്ന സ്ഥലത്തേക്ക് വെക്കലായിരുന്നു. അപ്പോൾ ഇന്ന് അതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു സാധനം ഞാൻ ലുലു മാളിൽ പോയി മേടിച്ചതാണ്. പിന്നെ ഒരു ജേണൽ കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അത് അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ നോട്ട്സൊക്കെ ഞാനൊരു ഫയലിലേക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ചധികം നാളായി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നല്ല രീതിയിൽ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നനഞ്ഞ തുണിയും കൊണ്ടല്ല കേട്ടോ, ഞാൻ വെറുതെ ഒന്ന് ക്ലീൻ ചെയ്യണേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ അനിയത്തിയുടെ ലാപ്ടോപ്പാണ് കേട്ടോ. അവളാണെങ്കിൽ ഇത് യൂസ് ചെയ്യാത്തതുകൊണ്ട് മൊത്തം പൊടിയാണ് അതിനകത്ത്. പിന്നെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ലാപ്ടോപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനെ തുടച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ചായി. അപ്പോൾ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ക്ലീനിങ്. ഇത് ക്ലീൻ ചെയ്യാനാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം ഫാസ്റ്റായിട്ട് കാണിക്കുന്നുള്ളൂ. ഈ ഒരു ടേബിൾ കണ്ടോ? ഈ ടേബിൾ ഏകദേശം ഒരു 15 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ടേബിളാണ്. ഞങ്ങൾ ഈ വീട്ടിൽ വരുന്നതിന് മുമ്പ് ചെറിയൊരു വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഉപയോഗിക്കുന്ന ടേബിളാണ്. ഇപ്പോൾ ഞാൻ ബുക്കൊക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കണു. പിന്നെ ഞാൻ തുണിയൊന്ന് നനച്ചിതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എക്സാമൊക്കെ ആയതുകൊണ്ട് എനിക്കിതൊന്നും ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് റൈറ്റ് ടൈം തോന്നുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് ഫയലുണ്ടായിരുന്നു. ഫയലൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് കുറച്ചായി. ഇതെൻ്റെ +2 ഗ്രൂപ്പ് ഫോട്ടോ ആണ്. കൊറോണ സമയത്തായിരുന്നു ഞങ്ങൾക്ക് +1 +2 ഒക്കെ ഉണ്ടായിരുന്നത്. ഇതെൻ്റെ 10ാം ക്ലാസ്സിലെ ക്ലാസ് ഫോട്ടോ ആണ്. ഇത് ഞാൻ വരച്ച ഫോട്ടോ ആണ്. എനിക്കങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല. ഞാൻ ആകെ ഒരു ഫോട്ടോയാണ് ആ ബുക്ക് മേടിച്ചിട്ട് വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, നേരത്തെ പോലെ തന്നെയാണ്. ഇനി എൻ്റെ കയ്യിലുള്ള സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. തെളിയാത്ത പേനകളൊക്കെ ഞാൻ വരച്ച് നോക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ആവശ്യമുള്ള പേനകൾ മാത്രം ഞാൻ ഇതിലേക്ക് വയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുമെന്നല്ലാതെ ഇതുപോലെ എല്ലാം എടുത്തിട്ട് ഞാൻ അങ്ങനെ ഓർഗനൈസ് ഒന്നും ചെയ്ത് വയ്ക്കാറില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഞാൻ വെച്ചിട്ട് ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എൻ്റെ കയ്യിലിരിക്കുന്ന ഹൈലൈറ്റർ പോലും ഞാൻ +1 പഠിച്ചപ്പോൾ മേടിച്ചതാണ്. ആ സ്റ്റിക്കി നോട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് മേടിച്ചതാണ്. പിന്നെ അതിൻ്റെ മേടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഈ ഒരു നോട്ട് പാഡ് ഞാൻ 2023 സെപ്റ്റംബർ 1-ാം തീയതിയാണ് അവസാനമായിട്ട് എഴുതിയേക്കണത്. അതുപോലും ഞാൻ ഇതിൽ നിന്നെടുത്ത് മാറ്റിയിട്ടില്ല. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് കാണുന്നത് തന്നെ. ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു ഈ നോട്ട് പാഡ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വേറൊരു നോട്ട് പാഡ് മേടിച്ചപ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കാതെയായി. ഇതാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് എടുക്കാറും ഉണ്ടായില്ല. ഇന്ന് തുറന്നു നോക്കിയപ്പോഴാണ് അത് 2023 ഞാനത് അവസാനം എഴുതിയേക്കണേന്നൊക്കെ എനിക്ക് മനസ്സിലായത് തന്നെ. അങ്ങനെ അത്യാവശ്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുണി വിരിക്കാൻ പോവാണ്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയണത് ബെഡ്ഷീറ്റ് മാറ്റുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വിശാലിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇടാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് ഈ ബെഡ്ഷീറ്റിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പില്ലോ കവറാണ്. ശരിക്കും ഒരു എസ്തെറ്റിക് വൈബൊക്കെ തോന്നുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. ഇനി ക്ലീനിങ് ആണ്. ഫ്ലോർ ക്ലീനിങ് ഒക്കെ ഇനി ഇവൻ ചെയ്തോളും. എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാട്ടോ. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്.
ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് ഒന്നും കൂടെ ഇടാമെന്ന്. അപ്പോൾ ഒരു റിമൂവർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതെൻ്റെ അനിയത്തിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. അവളാണ് എൻ്റെ കയ്യിലിട്ട് തന്നതും. ആദ്യം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതിനാണെങ്കിൽ റേറ്റ് വളരെ കുറവാണ്, പക്ഷെ നല്ല ഫിനിഷിങ്ങും ഉണ്ട്. ഇതിൻ്റെ റേറ്റ് ആകെ 35 രൂപയുള്ളൂ. പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി ആസ് യൂഷ്വൽ ജേർണലിംഗ് ആണ്. ഞാൻ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തത് +1 പഠിച്ച സമയത്താണ്. +1 പഠിച്ച സമയത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് കൊറോണ ആയിരുന്നു. അപ്പോൾ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എപ്പോഴും വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ പഠിക്കാനൊന്നും ഒരു മൂഡില്ലാതിരുന്ന സമയത്ത് ഞാൻ കുറച്ച് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ജേർണലിംഗ്. അന്നൊക്കെ ഞാൻ റെഗുലറായിട്ട് ചെയ്യുമായിരുന്നു. ഹാബിറ്റ് ക്രാക്കർ ഉണ്ടാക്കുമായിരുന്നു, അതിൽ ടു ഡു ലിസ്റ്റ് എഴുതും, അങ്ങനെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ +1 അത്യാവശ്യം മാർക്ക് കിട്ടിയതിൻ്റെ കാരണം ഈ ജേർണലിംഗ് തന്നെയായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടാതെ ഇങ്ങനെ ലേസി ആയിട്ടിരുന്നേനെ. എനിക്ക് കൂടുതൽ ഓഫ്ലൈൻ ക്ലാസ്സാണ് ഇഷ്ടം ഓൺലൈനേക്കാളും. ഓൺലൈനാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഭയങ്കര സമാധാനം തന്നത് ഈ ജേർണലിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ജേർണലിംഗ് ഒക്കെ എഴുതി ഒരു കോട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ജേർണലിംഗ് കഴിഞ്ഞു, ഇനി ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഒരു റീസെറ്റ് വ്ളോഗാണ് ഉദ്ദേശിച്ചത്. ക്ലീനിങ്ങും ജേർണലിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വീഡിയോ എടുത്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.